ഹലോ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ജാപ്പാണൻ തെങ്ങും തൈയും 18 പട്ട എന്ന് പറയുന്ന ഒരിനം തെങ്ങും തൈയെ കുറിച്ച് പറഞ്ഞുതരാം. ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ജാപ്പാണൻ തെങ്ങും തൈ നോക്കിയുള്ള ഗൗളിയാത്ര തെങ്ങും തൈ. ഇത് ഗൗളിയാത്ര എന്ന് പറയും. ചുവന്ന തേങ്ങ ഏതാണ്ട് 3 വർഷം കൊണ്ട് കായ്ക്കുന്നതാണ്. ഞാനിതിപ്പോൾ ഒരു ബോൺസായി ഉണ്ടാക്കാൻ വേണ്ടി നട്ടതാണ്. എന്താ ഇതിപ്പം കായ്ക്കാനുള്ള സമയം കഴിഞ്ഞു. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ബോൺസായി ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ നട്ടതാണ്. എൻ്റെ പിന്നിൽ അതിന് ഫോളോഅപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത് ഗൗളിയാത്ര എന്ന് പറയും. ചുവപ്പാണ് ഇതിൻ്റെ തേങ്ങ. ഇനി ഞാൻ 18 പട്ട എന്ന് പറഞ്ഞൊരു ജാപ്പാൻ തെങ്ങുണ്ട്. അതിനെ കാണിച്ചു തരാം. അതിൻ്റെ ഒരു തൈയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. കറക്റ്റ് 3 വർഷമാകുമ്പോൾ അതും കായ്ക്കും. എൻ്റെ 2 തൈ ഞാൻ മുളപ്പിച്ചെടുത്തതാണ്. എൻ്റെ തേങ്ങ പായി മുളപ്പിച്ചെടുത്തത് വേണ്ട. ഇത് ജാപ്പാണ്. ഇതിനെയാണ് ശരിക്കും 18 പട്ട എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പട്ട ആണ് ഇത് നമ്മൾ കുടിയിൽ വെച്ച് നല്ലൊരു വളം ചെയ്യുകയാണെങ്കിൽ 3 വർഷം കൊണ്ട് അത് കായ്ക്കും. 18 പട്ട എന്ന് പറയും. ജാപ്പാൻ എന്ന് പറയും. ജപ്പാനിൽ നിന്ന് വന്ന തേങ്ങയാണത്. അതുകൊണ്ടാണ് ജാപ്പാണൻ എന്നാണ് പറഞ്ഞ് ജാപ്പാണനാക്കി. അത് കറക്റ്റ് 3 വർഷമാകുമ്പോൾ തൈയായിരിക്കുമ്പോൾ തന്നെ ഏതാണ്ട് നമുക്ക് 8-10 വർഷം നമ്മുടെ കൈ എത്തി പറിച്ചെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു തേങ്ങയാണത്. ആദ്യം ഞാൻ പറഞ്ഞത് ഗൗളിയാത്ര. അത് ചുവപ്പാണ് തേങ്ങ. കരിക്ക് ഇളനീര് കുടിക്കാൻ ബെസ്റ്റാണ്. ഇത് രണ്ടും നടുന്നത് യഥാർത്ഥത്തിൽ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ വീട്ടിന് ചുറ്റും 3-4 ഈ 2 തൈ വയ്ക്കും. എന്താ വെച്ചാൽ വീട് വെച്ച് മതിലിനോട് ചേർന്ന് ഇത് ഈ 2 ഇനം തൈ വെച്ച് കഴിയുമ്പോൾ 2 ജാപ്പാണനും 2 ഗൗളിയാത്രയും ധാരാളം കരിക്ക് ഇളനീര് കുടിക്കാൻ കിട്ടും. ഇതിരുന്ന് കായ്ക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഏതാണ്ട് കായ്ക്കാൻ പരുവായതാണ്. ഗൗളിയാത്ര കൊണ്ടാണ്.